മാങ്കൂട്ടത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ തന്നെ പിന്തുണയോടുകൂടെ പാലക്കാട് സജീവമായിരിക്കുകയാണ് വീണ്ടും കഴിഞ്ഞ ദിവസം മുതൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കണ്ടിട്ടില്ലായിരുന്നു? അല്ല, ഞാൻ കണ്ടില്ല. ഇന്നെന്താ സംഭവിച്ചത്? അല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറയുകയും പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് പാർട്ടിയാണ് പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ, കോൺഗ്രസിൻ്റെത് ഒരു ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. കാരണം പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തുള്ള ഒരു സംവിധാനമാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ചിട്ട് എന്താ അതിൻ്റെ അധികാരം, എന്തൊക്കെയാണ് അവർക്ക് അവകാശങ്ങൾ, എന്തൊക്കെയാണ് ചുമതലകൾ, ഇതൊന്നും സാധാരണ ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരണമോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ ജനങ്ങൾക്ക് താല്പര്യമുള്ളൂ. ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിന് തടസ്സമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരു വിധത്തിലും ശ്രമിച്ചില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരേ നിലപാടാണ്. CPMൻ്റെ MLAക്കെതിരായിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ CPM എടുത്ത അതേ സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ്. ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി ആലപ്പുഴയിലാണ് സ്ഥലം കണ്ടത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് കോഴിക്കോടാണെന്ന് പറഞ്ഞ് ചെറിയൊരു തർക്കം നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? സുരേഷ് ഗോപി എയിംസിന് സ്ഥലം കണ്ടുപിടിച്ചോ? അല്ല, ആലപ്പുഴയിലാണെന്ന് പറഞ്ഞ്. ആലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് അധികാരമുണ്ടല്ലോ അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും ഏത് അഭിപ്രായം പറയാലോ. ഈ NSSുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ NSS നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ജനറൽ സെക്രട്ടറിയുടെ നിലപാടെടുത്തിട്ടുണ്ട്. LDF ഇപ്പോൾ എടുത്തേക്കുന്നത് ഭക്തർക്ക് അനുകൂലമായൊരു നിലപാടാണെന്നുള്ള രീതിയിൽ എഴുതുകയും, അപ്പോൾ അതിൽ UDF ഒന്ന് പ്രതിരോധത്തിലായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അതിലെന്തെങ്കിലും ആശങ്കയുണ്ടോ? BJPക്ക് ഒരാശങ്കയില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ വികസനം, ആ വികസനത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ശബരിമലയിൽ സമരം ചെയ്ത, ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ അടികൊണ്ടതും ജയിലിൽ പോയതും BJPക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കെതിരായിട്ടുള്ള ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ള ആവശ്യവും ഞങ്ങളുടെ ആവശ്യമാണ്. ഈ കാര്യങ്ങളിലൊന്നും ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് CPMനല്ലാതെ SNDPക്കോ NSSനോ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഈ UDFന് ഒരു നിലപാടുമില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലെ UDF നേതാക്കൾ അവിടെ എങ്ങും മിണ്ടാതെ നിൽക്കുകയാണ്. അത് അവരുടെ പൊതു സ്വഭാവമല്ലേ. അതിൽ ഒരു അത്ഭുതം. UDFന് നിലപാടില്ല, കോൺഗ്രസ്സിന് നിലപാടില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അഴകുഴമ്പൻ നയം ആണ് കോൺഗ്രസ് എടുക്കുന്നത് എല്ലാ കാലത്തും. കാരണം അവർക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം എല്ലാ കാര്യത്തിനും പാണക്കാട് തങ്ങളോട് അനുവാദം ചോദിക്കണം. അങ്ങനെ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഈ ഭക്തരെ, വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് പന്തളത്ത് നടത്തിയ ആ ഒരു സംഗമം എന്ന് പറയുന്നത് വൻ വിജയം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടതാണ് പമ്പയിലെ AI സംഗമം, ആളില്ലാ സംഗമം, പന്തളത്തെ വിശ്വാസി സംഗമം. ഇത് രണ്ടും കണ്ടതാണ്. വിശ്വാസികൾ ആരുടെ വാക്ക് വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവിന് ആവശ്യമില്ല.